ഹായ് 4 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 960 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീടിന്റെ നിർമ്മാണ ചെലവുമാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹനീദ്, അനുഗ്രാസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ തൃശ്ശൂരിനോളം പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്തിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വീട്ടിലേക്ക് കിടക്കും. 960 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഒരു വീടിന്റെ പ്ലാനിന്റെ ഏരിയ വരുന്നത്. 4 സെന്റ് പ്ലോട്ടിലേക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈനും പ്ലാനും 3D പ്ലാനും കാണാം. ഈ ഭാഗത്തായിട്ട് സെറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇവിടെ ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ വർക്ക് ഏരിയ, 2 ബെഡ്റൂമുകൾ കാണാവുന്നതാണ്. ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ 3D പ്ലാൻ ആണ്. 3D പ്ലാൻ നമുക്ക് കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ സെറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ലിവിംഗ് ഏരിയ, ഡൈനിങ്, കിച്ചൺ വർക്ക് ഏരിയ, ഇത് ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ റൂം, രണ്ടാമത്തെ ബെഡ്റൂം, ഇവിടെ ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. വീടിന്റെ പ്ലാനും ഡിസൈനും കണ്ടല്ലോ. നമുക്ക് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ 2,94,000 രൂപയാണ് ഈ വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. നമുക്ക് 2 അടി താഴ്ചയിൽ കരിങ്കല്ലുണ്ടുള്ള ഫൗണ്ടേഷനാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ അവസാനം പറയാം. അടുത്തതിൻ്റെ സ്ട്രക്ചർ വർക്കിന്റെ, അതായത് ബ്രിക്ക് വർക്ക്, ലിൻഡൽ, സൺഷെയ്ഡ്, വാർക്ക വരെയുള്ള കോസ്റ്റ് 7,15,000 രൂപയാണ്. അപ്പോൾ അങ്ങനെ ആകെ 10 ലക്ഷം രൂപയാണ് ഈ വീടിന്റെ സ്ട്രക്ചറൽ വർക്കിന്റെ കോസ്റ്റ് വരുന്നത്. ഇനി അതിന്റെ ഫിനിഷിംഗ് വർക്ക്, പെയിന്റിങ്, പ്ലാസ്റ്ററിങ്, ടൈല്, ഡോർ, വിൻഡോ, ഇലക്ട്രിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 9,10,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകെ 19,20,790 രൂപയാണ് ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ 2,000 രൂപ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് പെർ സ്ക്വയർ ഫീറ്റ് കോസ്റ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ, എർത്ത് വർക്ക് 8,000 രൂപ. നമ്മൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയുള്ള കോസ്റ്റ് 8,000 രൂപ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട്. ഇത് ഫൗണ്ടേഷന് വേണ്ടി മാത്രമായിട്ട് മണ്ണെടുക്കുമ്പോൾ ഒരു കോസ്റ്റാണ്. നമുക്ക് സൈറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ചിലപ്പോൾ നമുക്കത് ലെവൽ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8,000 എന്നുള്ളത് ചിലപ്പോൾ 10, 11 ഒക്കെ ആയിട്ട് വരും. ചിലപ്പോൾ 1-2 ലേബേഴ്സിനൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിലും കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള റേറ്റാണ് പറയുന്നത്. അടുത്തത് RR കരിങ്കല്ലിൻ്റെ വർക്ക് വരുന്നത് 1,12,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. നമ്മൾ 2 അടി താഴ്ചയിൽ വരുന്ന കരിങ്കല്ലിൻ്റെ ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. 1,12,000 രൂപ. ബെൽറ്റ് 64,000 രൂപ. ഇതിൽ ബെൽറ്റ് നമ്മൾ 10 സെൻറ്റിമീറ്റർ കനത്തിലാണ് ബെൽറ്റ് കൊടുക്കുന്നത്. ചിലപ്പോൾ അത് 15 കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ ഇതിൽ 10 സെൻറ്റിമീറ്ററിൻ്റെ ആണ് നമ്മളെല്ലാ വർക്കിലും അതിൽ അതാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയാണ് 64,000 രൂപ വരുന്നുണ്ട്. പിന്നെ എർത്ത് ഫില്ലിങ്, നമ്മൾ തറയിൽ മണ്ണ് നിറയ്ക്കുന്നതൊക്കെ ആയിട്ട് 54,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ മണ്ണിൻ്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മണ്ണിൻ്റെ കാര്യത്തിൽ നിന്നല്ല, ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് കേരളത്തിൽ നമ്മൾ ഓരോ ജില്ലകളിലും വ്യത്യസ്ത റേറ്റാണ് വരിക പലപ്പോഴും. അത് നമുക്കിപ്പോൾ മണ്ണിൻ്റെ കാര്യത്തിൽ വളരെ പ്രകടമായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ലോഡ് മണ്ണിന് ഇവിടെ ഒരു 4,500, 5,000 രൂപയൊക്കെ വരുന്നുണ്ട്. താഴോട്ട് പോകുമ്പോൾ, അതായത് തെക്കോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു 5,000-ൽ മേലെ വരുമായിരിക്കും. വടക്കോട്ട് പോകും തോറും അത് കുറഞ്ഞു വരാറുണ്ട്. അത് 500, 1,000, 1,500-ലേക്കൊക്കെ ഒരു ലോഡ് മണ്ണ് കിട്ടുമെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മളൊരു പ്ലാൻ പോലും കാണാതെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്ന ഒരാൾക്ക് വർക്ക് കൊടുക്കുന്നതിൽ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അടുത്തത് PCC കോൺക്രീറ്റ് 54,000 രൂപ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫൗണ്ടേഷൻ 2,94,061 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ ബ്രിക്ക് വർക്ക്, ലിൻഡൽ, സൺഷെയ്ഡ്. ബ്രിക്ക് വർക്കിന് 3,49,000 രൂപ വരുന്നുണ്ട്. അതുപോലെ ലിൻഡൽ, സൺഷെയ്ഡ് 89,000 രൂപ വരുന്നുണ്ട്. RCC വാർക്ക 2,76,000 രൂപ വരുന്നുണ്ട്. അങ്ങനെയാണ് 7,15,000 രൂപ വരുന്നത്. ഇനി ഫിനിഷിംഗ് വർക്ക്, ഇപ്പോൾ പ്ലാസ്റ്ററിങ് 2,42,000, പെയിൻറ്റിങ് 1,68,000, ടൈൽ 1,56,000, പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ, ഡോർ, വിൻഡോ, പ്ലംബിംഗ് 3,44,000. അങ്ങനെ 9,10,864 രൂപ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആകെ 19,20,790 രൂപ വരുന്നത്. സ്ക്വയർ ഫീറ്റ് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2,000 രൂപയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എത്രയാണുള്ളത്? നിങ്ങൾക്ക് വീടിൻ്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. വീട് നിർമ്മിക്കാനായിട്ടാണെങ്കിലും തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ ഞങ്ങൾ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിലാണ്. ബൈ.